ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, പ്രീവിയസ് കട്ട് ഓഫ്, ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസി, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഇതുവരെ പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസ് ഡീറ്റെയിൽസ് എന്നിവയാണ്. LEC 2021 പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 52.62, കൊല്ലം ജില്ലയിൽ 54.67, ആലപ്പുഴ ജില്ലയിൽ 48.67, കോട്ടയം ജില്ലയിൽ 54.67 എന്നിവയായിരുന്നു. ഇത്രയും മാർക്ക് കുറയാനുള്ള പ്രധാന കാരണം അന്ന് നടന്ന എക്സാം കൊറോണയ്ക്ക് ശേഷമുള്ള പുതിയ രീതിയിലുള്ള പ്രിലിമിനറി മെയിൻ എക്സാമുകൾ, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ക്വസ്റ്റ്യനുകളും ഉൾക്കൊണ്ട എക്സാമായിരുന്നു. അത് പൊതുവെ ടഫുള്ളതും ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരം കണ്ടെത്താൻ വളരെ പ്രയാസമേറിയതുമായിരുന്നു. അതിനാലാണ് കട്ട് ഓഫ് ഇത്രയും കുറഞ്ഞു വന്നത്. 2024 LDCക്ക് വരാൻ പോകുന്ന എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 58 മുതൽ 63 വരെയും, കൊല്ലം ജില്ലയിൽ 59 മുതൽ 65 വരെയും, ആലപ്പുഴ ജില്ലയിൽ 55 മുതൽ 58 വരെയും, കോട്ടയം ജില്ലയിൽ 60 മുതൽ 62 വരെയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കാൻ കാരണം കഴിഞ്ഞ വർഷത്തെ LDC എക്സാം സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലും വളരെ പാടേറിയതുമായതിനാൽ എല്ലാവരും ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെ എക്സ്പെക്റ്റ് ചെയ്താണ് ഈ പ്രാവശ്യത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. അതിനാൽ കട്ട് ഓഫ് വളരെയധികം താഴുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. നമ്മൾ നിയമന നില നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ടോട്ടൽ 590 അഡ്വൈസ് പോയപ്പോൾ OCയിൽ നിന്ന് 342 അഡ്വൈസുകളാണ് പോയത്. കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി, ഈഴവ, മുസ്ലിം, OBC, വിശ്വകർമ്മ, സിഖ് നടാർ എന്നീ കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാ കാറ്റഗറിയും സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ ടോട്ടൽ 965 അഡ്വൈസ് പോയപ്പോൾ ഓപ്പൺ കാറ്റഗറി 618 റാങ്ക് വരെയാണ് പോയത്. തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ OC, ഈഴവ, മുസ്ലിം, LC, OBC, വിശ്വകർമ്മ, സിഖ് നടാർ, ഹിന്ദു നടാർ, തീരവ, BT എന്നീ കാറ്റഗറികളാണ് മെയിൻ ലിസ്റ്റിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ കാറ്റഗറിയും സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആലപ്പുഴ ജില്ല നോക്കുകയാണെങ്കിൽ ടോട്ടൽ 530 അഡ്വൈസ് പോയപ്പോൾ OC 320 വരെയാണ് പോയത്. ആലപ്പുഴ ജില്ല നോക്കുമ്പോൾ OC, ഈഴവ, മുസ്ലിം, OBC, വിശ്വകർമ്മ, തീരവ എന്നീ ലിസ്റ്റുകൾ ഒഴിച്ച് കാറ്റഗറികൾ ഒഴിച്ച് ബാക്കി എല്ലാ കാറ്റഗറിയും സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കോട്ടയം ജില്ല നോക്കുകയാണെങ്കിൽ ടോട്ടൽ 553 അഡ്വൈസ് പോയപ്പോൾ OCയിൽ നിന്ന് 352 വരെയാണ് പോയിട്ടുള്ളത്. കോട്ടയം ജില്ല നോക്കുമ്പോൾ ഈഴവ, OC, മുസ്ലിം, OBC, വിശ്വകർമ്മ, സിഖ് നടാർ, ധീരവ എന്നീ കാറ്റഗറികൾ ഒഴിച്ച് ബാക്കിയെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസി നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു മാസം ഏകദേശം 29ഓളം വേക്കൻസികളാണ് റിപ്പോർട്ട് ആവുന്നത്. ആവറേജ് കണക്കാണ്. കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ ഇത് 16, ആലപ്പുഴയിൽ 17, കോട്ടയം 17മാണ്. ഓരോ ജില്ലയിലും ഏകദേശം 8 മാസത്തോളം കാലയളവിൽ റിപ്പോർട്ടഡ് ആയിരിക്കുന്ന വേക്കൻസിയുടെ ആവറേജ് എടുത്തിട്ടാണ് ഈ ഒരു ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ അടുത്ത ലിസ്റ്റിൽ 3 വർഷ കാലയളവിൽ ഏകദേശം എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകാമെന്ന് നമുക്കിതിൽ നിന്നുമൊന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ LDC ലിസ്റ്റിൽ ഇത്രയും അഡ്വൈസുകൾ പോകാനുള്ള പ്രധാന കാരണം ഏകദേശം 8 മാസ കാലയളവോളം ഒരു LDC ലിസ്റ്റ് നിലവിലില്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു. ആ കാലയളവിൽ റിപ്പോർട്ടഡായ എല്ലാ വേക്കൻസികളും LDC ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ ഒരുമിച്ച് അഡ്വൈസ് പോകാൻ കാരണമായി. അതിനാൽ ആ വേക്കൻസി നമുക്ക് നമ്മുടെ അടുത്ത LDC ലിസ്റ്റിൽ പ്രതീക്ഷിക്കാവുന്നതല്ല. കാരണം ഈ LDC ലിസ്റ്റ് തീരുന്നതിൻ്റെ പിറ്റേന്ന് മുതലുള്ള ദിവസം തൊട്ടുള്ള അഡ്വൈസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിനാൽ മികച്ച രീതിയിൽ വർക്ക് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്ത് എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.